പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ സ്തുതിയുടെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശുദ്ധ രക്തത്താൽ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗികളെ അങ്ങ് കഴുകണമേ. കർത്താവേ, ഉദര രോഗികളുടെ ഉദരങ്ങളെ കുടലിലെ പുണ്ണുകളെ PCODകളെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ആന്തരിക അവയവങ്ങളുടെ സിസ്റ്റുകള്, പോളിപ്പുകള്, മുഴകള് യേശുനാമത്തിൽ ഈ നിമിഷം ഈശോനാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഞങ്ങളെ ഭവ്യരായി മാറ്റിടണേ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾക്കും ഈ ശുശ്രൂഷ ടെലിഫോണുകളിലെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആരാധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ വൻകൃപകള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഇപ്പോൾ അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജീവിത അവസ്ഥകളിൽ ജീവിതം കഴിഞ്ഞുകൂടാൻ വേണ്ടി ജീവിത ഉപായ മാർഗങ്ങള്, വ്യവസായങ്ങള്, വ്യാപാരങ്ങള്, ചെറുകിട തൊഴിൽ സംരംഭങ്ങള്, വരുമാന മാർഗങ്ങള് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവരെയും ഈശോ ഇപ്പോൾ സ്പർശിക്കണമേ. അവിടെ തടസ്സങ്ങള്, അവിടെ ദോഷങ്ങള് അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോയുടെ നാമത്തില് മാറിപ്പോട്. കർത്താവായ ദൈവമേ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഈ പുഴുക്കലില് ഇവിടെ വിഷമിക്കുന്ന എന്നിട്ടും ആരാധിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങള്, വ്യാധികള്, ദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോട്. കർത്താവായ ദൈവമേ, ജോലി അന്വേഷിക്കുന്നവര്, പഠനത്തിലിരിക്കുന്നവര്, പരീക്ഷ അഭിമുഖീകരിക്കുന്നവര്,
ഉപദ്രവിനെ അഭിമുഖീകരിക്കുന്നവരെ യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ആ മക്കൾക്കെല്ലാം വേണ്ടി ഈശോയുടെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കണമേ. മധ്യസ്ഥം തേടണമേ. അവരെ സാക്ഷ്യം പറയുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഈശോയുടെ നാമത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഓരോ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. അവിടെ കണ്ണുനീരിനെ ഏറ്റെടുക്കണമേ. ഈശോ ഈശോ എന്തിനു വേണ്ടിയാണോ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ നിബന്ധനകള് പാലിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിഷമതകളെ, അവരുടെ രോഗങ്ങളെ, ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോട്. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജീവിത ആവശ്യങ്ങളിലെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവരെ, നിസ്സഹായരായി പോയിരിക്കുന്നവരെ, അങ്ങ് സഹായിക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ, മക്കളില്ലാത്തവരെ, വിവാഹ തടസ്സമുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളാൽ വേദനിക്കുന്നവരെ ഈശോ സ്പർശിക്കണമേ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകള്, വിദേശ ജോലികള്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തടസ്സമുള്ളവര്, ജോലി നഷ്ടപ്പെടുന്നവര്, ട്രാൻസ്ഫർ, അതുപോലെയുള്ള വിഷമതകളില് വേദനിക്കുന്നവര്, പ്രമോഷൻ ഇല്ലാത്തവര്, ഈശോയെ നാനാതരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ഓരോ മക്കളും പരിശുദ്ധ അമ്മയാൽ, അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ നാമത്തില് സമർപ്പിക്കപ്പെടട്ടെ. ഉടമ്പടി ചെയ്തിട്ടില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം പ്രത്യേകമായി ചൊരിയട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴേ കേട്ട സാക്ഷ്യങ്ങൾ തന്നെ വീണ്ടും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മൊബൈലെടുത്ത് വീണ്ടും ആ സാക്ഷ്യം തന്നെ കേൾക്കേണ്ടതാണ്. കേൾക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ മൊബൈലിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ അത് സാധാരണ ഒരു പ്രോഗ്രാം കാണുന്ന പോലെ കേൾക്കരുത്. ഇപ്പം നിങ്ങൾ അതിലൊക്കെ കുറേ കോമഡിയൊക്കെ കാണത്തില്ലേ, അതുപോലെ തന്നെ കുറേ വേറെ ചില ഐറ്റംസൊക്കെ കാണും. അതുപോലെ ധ്യാനം കാണരുത്. ആരാധന എന്ത് ചെയ്യണം? ഇവിടെ സ്തുതിക്കുമ്പോൾ പാരലായിട്ട് നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് വേണം ആരാധന കൂടുവാൻ. നമ്മൾ കാണുകയല്ല, നമ്മളെന്താ ചെയ്യണത്? അതിൽ കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ കൂടുന്നവർ ആ പ്രാർത്ഥനയോടെ തന്നെ കൂടണം. കൂടുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം, ദൈവസ്നേഹം, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടു. എന്താ? സ്പേസ് മേക്കർ വെച്ചിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ചേട്ടൻ എന്നാ പറഞ്ഞത്? പൂർണ്ണമായി സുഖപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 80% അത് കവറായി. സ്പേസ് മേക്കർ മാറ്റി, ഒറ്റ പ്രാർത്ഥനയോടെ സ്പേസ് മേക്കർ മാറ്റി. പക്ഷെ അതിൻ്റെ മറ്റ് ചില അവശതകൾ നിലനിൽക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്നറിയാമോ? അതായത് അത് നമുക്ക് ഈശോ അത് ആ സൗഖ്യം പൂർണ്ണമാക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിബന്ധനകളെ, ഉടമ്പടിയുടെ നിബന്ധനകളെ പൂർണ്ണമാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നിബന്ധനകളെ പൂർണ്ണമാക്കിയാൽ, നിബന്ധനകൾ അറിയാവോ? നിബന്ധനകൾ എങ്ങനെ വരണതാ? ദൈവത്തിൻ്റെ മനുഷ്യന്മാർക്ക് അവരുടെ തകർച്ചക്കാലത്ത് ദൈവം പറഞ്ഞു കൊടുത്ത ചില പോംവഴികളാണ് നിബന്ധനയായിട്ട് വരണത്. അല്ല, നിബന്ധന ഒരു നിർബന്ധമല്ല. ദൈവത്തിൻ്റെ ആൾക്കാരില്ലേ? ആരാണ്? ദാവീദ്, മോസസ്,
ജോബ്, ഇങ്ങനെ ദൈവമെന്നും പറഞ്ഞിങ്ങനെ കൂടെ നടന്ന കുറേ കക്ഷികളില്ലേ. ഈ ആൾക്കാർക്ക് കുറേ പ്രയാസം വന്ന കാലത്ത് ദൈവം രഹസ്യമായി ഉപദേശിച്ചു കൊടുത്ത വിടുതൽ മാർഗങ്ങളാണ് നിബന്ധന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് സിനി അജി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നും വരുന്നു. പരിശുദ്ധ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ്. ചെറുപ്പം മുതലേ കുടുംബ പ്രാർത്ഥനയിലും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും അങ്ങനത്തെ ഓരോ പരിപാടിയിലും മതപരമായ എല്ലാ കാര്യങ്ങളിലുള്ള അറിവ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഭക്തിയിൽ വളർന്നവരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്ക് അനുഗ്രഹം തന്നതിന് ആദ്യം നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠപ്പെട്ടതായി എനിക്ക് അറിവുണ്ടായിരുന്നു. ആ ഫോട്ടോയെല്ലാം ഞാൻ കാണാറുമുണ്ടായിരുന്നു. പക്ഷേ 20 വർഷമായി ഇവിടെ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവ് കേവലം 1 വർഷമായി മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ. അമ്മയുടെ ഈ ഫോട്ടോ ആദ്യമായി 1 വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ സ്വന്തം ചേച്ചിയിലൂടെയായിരുന്നു. ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പല പ്രാവശ്യം വന്ന് പുതുക്കുകയും ഒത്തിരിയേറെ ദൈവകൃപകൾ മേടിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിലെ എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും യേശുവിനോടും അമ്മയോടും ചേർന്നിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ യൂട്രസിലുണ്ടായിരുന്ന 3 മുഴകളായിരുന്നു. 2024 ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ചേച്ചിയായിരുന്നു. 1.5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ 1 പോയിൻറ്റിൽ നിന്ന മുഴ 1.5 വർഷമായപ്പോൾ 6 പോയിൻ്റായി വളർന്നു. ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല, ഓപ്പറേഷൻ വേണമെന്ന്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസക്കാലം ഇവിടെ നടന്ന എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കുകയും അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനം കേൾക്കുകയും അതുപോലെ തന്നെ കിട്ടിയ ഉപ്പ് ഉള്ളിൽ കഴിക്കുകയും തൈലം വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലുപരിയായി പൂർണ്ണമായും ദൈവത്തോടുള്ള വിശ്വസ്തത, അതാണ് ഞാൻ പാലിച്ചത്. 3 മാസക്കാലം എൻ്റേതായ വഴികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ കയറി നടന്നു. അപ്പോൾ ഞാൻ ഒരു ചുവട് വെച്ചപ്പോൾ ദൈവം എൻ്റെ നേരെ 10 ചുവട് വെച്ച് ഇറങ്ങി വന്നു. അങ്ങനെ 2025 ജനുവരി 5-ാം തീയതി എൻ്റെ 3 മാസത്തെ ഉടമ്പടി പൂർത്തിയായി. അന്ന് ഞാൻ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ 8-ാം തീയതി ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ 9-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിക്കൊള്ളാമെന്ന്. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 7-ാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിച്ചതിന് ശേഷം അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, നാളെയാണല്ലോ ഞാൻ പറഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടത്, അമ്മേൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭിത്തിയിൽ ഒരു ഉടമ്പടി കാശിരൂപം തെളിഞ്ഞു വന്നു. നല്ല സൂര്യൻ ഉദിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞതിന് ശേഷം ഒരു ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെ അമ്മ ഭിത്തിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നു. വരച്ച് അവസാനം കൃപാസന മാതാവായി അത് പതിഞ്ഞു. അന്ന് ജനുവരി 7-ാം തീയതി വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും 9 മാസമായി ഈ ഒക്ടോബർ 7-ാം തീയതിയും വീട്ടിൽ തന്നെയുണ്ട്. അമ്മ മാത്രമല്ല, യേശുപിതാവ് ഉണ്ണിമിശിഹായും കൂടെയുണ്ട്. അതിനു മുകളിൽ ഈ കൃപാസനത്തിൻ്റെ പുറത്തിരിക്കുന്ന ക്രിസ്തുരാജൻ കൈവിരിച്ച് പിടിച്ചിരിക്കുന്ന ആ രൂപവും അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്രവശത്തായി കുഞ്ഞാടിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയും അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവുമുണ്ട്. ഇങ്ങനെ അന്ന് എനിക്ക് പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം 9-ാം തീയതി ഞാൻ പോയി, 8-ാം തീയതി പോയി ഞാൻ ടെസ്റ്റ് ചെയ്തു. അന്ന് ഡോക്ടർ പറഞ്ഞു മുഴ പൂർണ്ണമായും മാഞ്ഞു പോയി. എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു. 6 മാസമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല, പ്രാർത്ഥനയിലായിരുന്നെന്ന്.
അങ്ങനെ എൻ്റെ മുഴ പൂർണ്ണമായും മായ്ച്ചു തന്ന് ഇനി ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എന്ന് പറഞ്ഞ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വന്ന് 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ എൻ്റെ രോഗം അമ്മ മാറ്റി തന്നാൽ ഞാൻ അമ്മയുടെ വഴിയിലൂടെ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ പൂർണ്ണമായി ഞാൻ ഉടമ്പടിയിലായിരുന്നു കൊള്ളാമെന്ന്. അന്നു മുതൽ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയായതുകൊണ്ട് കൊന്തയുടെ രഹസ്യങ്ങളൊക്കെ എനിക്ക് കാണാതെ അറിയാം. മഹിമയുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ കാണാപ്പാടമാണ്. അതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്ന വഴി ഞാൻ ഈ കൊന്ത ചൊല്ലി ഒരു ദിവസം 7 എണ്ണം പൂർത്തിയാക്കും. സാധാരണ കൊന്ത ചൊല്ലിപ്പോലെ ഉരുവിട്ട് പോവുകയല്ല. കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ അതുപോലെ ഓരോ രഹസ്യങ്ങളെല്ലാം ധ്യാനിച്ചാണ് ഞാൻ പോണത്. നടക്കുന്ന വഴിയിൽ ആരോടും കൂട്ടുകൂടുവാനോ ആരെയും നോക്കുവാനോ ഒന്നും പോകാറില്ല. കാരണം ദൈവത്തിൻ്റെ വഴിയിലൂടെയല്ലേ ഞാൻ നടക്കുന്നത്. അപ്പം പിന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഓരോ ദിവസവും നടക്കുമ്പോൾ പിന്നെ എനിക്കും ഈ ഒരു ചിത്രശലഭം എൻ്റെ കൂടെയായി. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചിത്രശലഭം വീടിന് മുറ്റത്ത് കാവൽ നിൽക്കും, ഒരു വെള്ള ചിത്രശലഭം. അവിടെ നിന്ന് എന്നെ ജോലി സ്ഥലം വരെ ഏകദേശം അനുഗമിക്കും. അതിനുശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഒരു ദിവസം ഒരു ഇടവഴിയിൽ കൂടെ നടക്കേണ്ടി വന്നപ്പോൾ ഞാൻ അല്പസമയം, മഴക്കാലമായതുകൊണ്ട് അല്പശകലം പാമ്പൊക്കെ ഉള്ള വഴിയാണ്, ഒന്ന് നിന്നു. പെട്ടെന്ന് ചിത്രശലഭം മുന്നിൽ വന്നു. 2 പ്രാവശ്യം അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതൊരു ചിത്രശലഭമല്ലേ, ഒരു ഫോട്ടോ എടുത്താക്കാന്ന് ഓർത്ത് അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തു. അതിനുശേഷം ഈ ചിത്രശലഭം എൻ്റെ മുന്നിൽ നടന്നു. അങ്ങനെ താഴെ നല്ല വഴി വരെ എന്നെ കൊണ്ടുപോയി വിട്ടു. തിരിച്ച് ചിത്രശലഭം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി. പരിശുദ്ധ അമ്മയുടെ രൂപമായിരുന്നു അത്. ഇന്നും എൻ്റെ ആ ഫോട്ടോ കയ്യിലുണ്ട്. അതുപോലെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ രൂപത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഈ തിരിയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ആ ഫോട്ടോകളെല്ലാം ഞാൻ സ്റ്റുഡിയോയിൽ പോയി എടുത്ത് കോപ്പിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നവർക്ക് കാണാം. അത്രയേറെ നമ്മളെ കൂടെ നടത്തുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള വിശ്വാസം. അത് കഴിഞ്ഞ് ഈ കൊന്ത ചൊല്ലി ഒരു ദിവസം കയറി വന്നപ്പോൾ ആകാശത്തിലേക്ക് പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞു. റാന്നി ടൗണിൽ തന്നെയാണ് എൻ്റെ വീട്. അവിടുന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ നിന്ന് കയറി വന്ന സമയത്ത് പൊക്കത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. പൊക്കത്തോട്ട് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന അവിടെ തന്നെ യേശുവിൻ്റെ തിരുമുഖം എനിക്ക് കാണപ്പെട്ടു. എൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തു. സാധാരണ അത്രയോ അകലേക്ക് ഒരു ഫോട്ടോ കിട്ടുവാൻ വഴി കുറവായിരുന്നു. പക്ഷേ എൻ്റെ യേശു എനിക്ക് ആ രൂപം പതിച്ചു തന്നു. അതും എൻ്റെ ഫോണിലുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ദൈവകൃപയിൽ വളർന്നുകൊണ്ടിരുന്നു. കൂടുതലായി എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരിക എന്നത്. 100% വിശ്വസ്തത നമ്മൾ പുലർത്തുന്നുവോ അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും, നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ നമ്മുടേതായ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടന്നങ്ങളേ പറ്റുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവം അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ വഴിയിലൂടെ കടന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഉപ്പും തൈലവും വെച്ച് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോഴെല്ലാം അവർക്ക് കൊടുക്കും. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതിനും ഞാൻ പരട്ടി കൊടുത്തു. ഇതുവരെ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ നടക്കുന്ന വഴികളിൽ ഈ വേദനിക്കുന്ന മക്കൾക്ക് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഓഹരി ഞാൻ കൊടുക്കാറുണ്ട്. വിശന്ന് നിൽക്കുന്ന രോഗികളെയോ അല്ലെങ്കിൽ പാവങ്ങളെ കാണുമ്പോൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ പൊതിച്ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ താല്പര്യം കാണിക്കുകയും ഉടമ്പടി എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം 4 പേര് ഉടമ്പടിയിലാണ്. എൻ്റെ പ്രായമായ 75 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കാലുകുത്തിച്ച് അമ്മയുടെ അനുഗ്രഹം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, സങ്കീർത്തനം 17:15, നീതിയിൽ ഞാൻ അവിടുത്തെ മുഖം കാണും, ഉണരുമ്പോൾ ഞാൻ അവിടുത്തെ രൂപം കണ്ട് തൃപ്തി അടയുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. രാവിലെ ഞാൻ 4:30 എഴുന്നേൽക്കും.
ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന യേശുവിനെയും തിരുക്കുമാരനെയൊക്കെയാണ്. അവർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ആദ്യത്തെ ദിവസം ആരംഭിക്കും. അരമണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് വേണ്ടിയും, ഉടമ്പടിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന മക്കൾക്ക് വേണ്ടിയും, ലോകം മുഴുവനുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ഇത് കൂടുന്നത്, രാവിലത്തെ പ്രാർത്ഥന, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുന്നത്. അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പോൾ ജോലിക്ക് ഒത്തിരി കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയോട് പറയും, അമ്മേ പെട്ടെന്ന് എൻ്റെ കൂടെ വരണേ, നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പോകാനുള്ളതല്ലേ കൊന്ത ചൊല്ലി. അന്നേരം പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കും. അതുപോലെ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്തെല്ലാം ഈ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടേയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കേൾക്കണമെന്നുമില്ല. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് രണ്ടാമതായി കിട്ടിയത്. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് എൻ്റെ വഴികൾ പാപത്തിൽ നമ്മളിപ്പോൾ ഓർക്കും ഒരു ചെറിയൊരു 10 രൂപയുടെ കേസായിരിക്കും. ഒരാൾ നമ്മളെ ഏൽപ്പിച്ച് ഒരു 10 രൂപയായിരിക്കും. അതിൽ 8 രൂപയെ ചിലവായി, 2 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾക്ക് പറയാം 10 രൂപയും ചിലവായി. അവിടെയാണ് വിശ്വസ്തത. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ, അതുപോലെ കൂട്ടുകെട്ടുകളിൽ എല്ലാം നമ്മളുടെ വിശ്വസ്തത ദൈവം നോക്കും. പ്രത്യേകിച്ച് ഒരു അടുക്കപ്പണി ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വ്യർത്ഥമായിട്ട് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്യാം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇതൊന്നുമല്ല, നമ്മെ കാണുന്നൊരു ദൈവം പൊക്കത്തിലുണ്ട്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനാണോ, അതാണ് അവിടെ നോക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. വിശ്വസ്തനായിരിക്കുക. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ, എനിക്ക് വിശ്വസിക്കാനാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന 3ാമത്തെ കൃപയാണ് അവിടുത്തെ തിരുമുറിവ് എൻ്റെ കൈകളിൽ പതിപ്പിച്ച് തന്നത്. ഒരിക്കൽ കൂടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം പറയാമെന്ന എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് രോഗസൗഖ്യത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 വർഷത്തോളമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് കളയേണ്ട അവസ്ഥ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴത്തന്നെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. 2024 ഒക്ടോബറിലെ ഉടമ്പടി ജപമാല റാലി ഞാൻ പങ്കെടുത്തു കൊള്ളാമെന്ന്. അങ്ങനെ ആ ദിവസം ഞാൻ പങ്കെടുക്കുകയും എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് പൂർണ്ണ സൗഖ്യം വരികയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മുട്ടുമടക്കി എനിക്ക് കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എത്ര നേരം വേണേലും എനിക്ക് മുട്ടുമടക്കി നിൽക്കാം. നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അന്ന് ഉടമ്പടി ജപമാല റാലിക്ക് പോകുമ്പോൾ 6 മണിക്കൂർ നടന്നിട്ടും കാലിനൊരു നീരും വന്നില്ല. ഇതൊക്കെ പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് വന്ന രോഗസൗഖ്യം എനിക്ക് ഈ വർഷം ജൂൺ മാസം 2-ാം തീയതി വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വലതുവശത്തായിട്ട് ഇങ്ങനെ വലതുവശം മാത്രം മിന്നിക്കൊണ്ട് വരികയും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നു. നെക്സ്റ്റ് ഡേ ജൂൺ 3-ാം തീയതി എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തിൻ്റെ വലതുവശം പാരാലിസിസ് ആയി. അത് ഫേഷ്യൽ പാൾസി എന്ന് പറയും. ഡോക്ടേഴ്സിനെ പോയി കണ്ടു, സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 3 മാസം എടുക്കും ഇത് റിക്കവർ ആകാനായിട്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ടെൻഷനാകുന്ന ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് അതെനിക്കൊരു ടെൻഷനേ തോന്നിയില്ല. പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
ഡോക്ടേഴ്സ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസമെന്ന് പറഞ്ഞ ആ അസുഖം എനിക്ക് 3 ആഴ്ച കൊണ്ടാണ് രോഗസൗഖ്യം തന്നത്, അമ്മ അനുഗ്രഹിച്ചത്. അന്നും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലുക മാത്രമാണ് ഞാൻ ചെയ്തത്. വിശ്വാസത്തോടു കൂടി അത് ചെയ്തപ്പോൾ എനിക്ക് രോഗസൗഖ്യം വന്നു. അതിൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഇനി 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയെ പറ്റിയിട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. ഞാൻ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് OET എക്സാം എഴുതുന്നത് 2024 ഓഗസ്റ്റിലാണ്. ആ സമയത്ത് ഉടമ്പടിയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്കോറൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് എനിക്ക് ഒരു അയർലൻഡ് സ്കോർ കിട്ടിയാൽ മാത്രം മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ അമ്മ എനിക്ക് 4 മൊഡ്യൂളിനും 400 എബോവ് സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിലൊരു സ്കോർ എനിക്ക് 400 എ സ്കോറായിരുന്നു OETക്ക്. പിന്നെ അമ്മ തന്ന അനുഗ്രഹം, ഈ അയർലൻഡിലെ ഇൻ്റർവ്യൂവിന് ഈ മാസം മെയ് മാസം 2024 ആദ്യത്തെ ഇൻ്റർവ്യൂ അയർലൻഡിൽ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹോം കെയർ ആയിപ്പോയി. അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ അതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ രാത്രിയിൽ ദർശനത്തിൽ വന്നിട്ട് കാണിച്ചു തന്നത് ജോസഫ് അച്ഛനെയാണ്. നെക്സ്റ്റ് ഡേ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ ആദ്യം വന്നിട്ട് ഒരു കാശ് രൂപം എൻ്റെ കയ്യിൽ തന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടൊരു കാശ് രൂപം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് 1 വിസയല്ല 2 വിസയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏപ്രിൽ 25-ാം തീയതി എനിക്ക് കുവൈറ്റിൻ്റെ കോൾ വന്ന എംഒഎച്ചിൻ്റെ. അങ്ങനെ കുവൈറ്റ് എംഒഎച്ചിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് സെലക്ഷനായി. പിന്നെ വന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് CHI എന്ന് പറയുന്ന അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ട സമയത്തേക്ക് എനിക്ക് ഭയങ്കര ചുമയും ശാരീരിക അസ്വസ്ഥതകളും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ മാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അമ്മ സഹായിക്കാതെ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ടഫുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത്, അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം പൂശി ഉപ്പ് സേവിച്ച്, വെള്ളത്തിൽ കലക്കി ഉപ്പ് സേവിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി 2 വശത്ത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് അമ്മ മാതാവിനെയും കൂട്ടുപിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 30 മിനിറ്റ് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ. 1 നിമിഷം പോലും ചുമ എനിക്ക് വന്നതേ ഇല്ല. ആ 30 മിനിറ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാനും, അങ്ങനെ 25 പേരുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ 3 പേരാണ് ആകെ സെലക്ട് ആയത്. അതിലൊരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ അടുത്തത് വന്ന എൻ്റെ ഒരു കടമ്പ എന്ന് വെച്ചാൽ, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ സർവീസ് ഫോം എനിക്ക് അവർ തരത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സൗദി എംബസിയുമായിട്ട് അയർലൻഡ് എംബസി കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അയർലൻഡ് ഒഫീഷ്യൽസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, വേറെ ഒരു പേപ്പേഴ്സും വേണ്ട എന്ന്. പിന്നെ അടുത്ത ഒരു കടമ്പ വന്നത്, എൻ്റെ കോൺട്രാക്ട് ലെറ്റർ ഓഗസ്റ്റ് ആയിട്ട്, മെയ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോൺട്രാക്ട് ലെറ്റർ വന്നില്ല ഓഗസ്റ്റ് ആയിട്ടും. പിന്നെ ഓഗസ്റ്റ് 10-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമാണ്. ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എൻ്റെ പേപ്പർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് തംസ് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും പേടിക്കണ്ട എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. അച്ഛൻ്റെ തലയുടെ ചുറ്റിലൊരു ഹോളോ, തൊട്ട് പുറകിലായിട്ട് അച്ഛൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും എൻ്റെ കോൺട്രാക്ട് ലെറ്റർ വേഗം തന്നെ വരും, എനിക്കെല്ലാം എൻ്റെ ശരിയാവുമെന്ന്. വീട്ടിൽ പോയി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി
എൻ്റെ പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയം, ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് എന്താണെന്ന് വെച്ചാൽ, അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്: മാലാഖ കൈവിരിച്ച് അനുഗ്രഹിക്കുന്നു, 44 എന്ന സംഖ്യ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അപ്പം എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹഗ്ഗായി 18 മുതൽ 23 വരെയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കാണാതറിയത്തില്ല, ഞാൻ ഹിന്ദു ആണ്, അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട ദിവസം മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനം കണ്ടപ്പോൾ ബൈബിൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കാണുന്നത്. ഞാനപ്പോൾ ഉറപ്പിച്ചു, എനിക്ക് എന്തായാലും സെപ്റ്റംബർ 24-ാം തീയതി അമ്മ എൻ്റെ വിസ എനിക്ക് തരുമെന്നുള്ള ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത്. ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി എനിക്ക് VFSന് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ വന്നു. സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും, അമ്മ പറഞ്ഞ ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വിസ സ്റ്റാമ്പ് കഴിഞ്ഞു. അത് ഡൽഹി എംബസിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഇന്ന് എനിക്കെൻ്റെ വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് അയർലൻഡിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്തെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പക്ഷെ ഞാൻ കൊല്ലത്തും പുനലൂരും ഒക്കെ പോയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ട്, പുനലൂർ ഏരിയയിലൊക്കെ കുറേ തമിഴ് ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് തമിഴ് പത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് വന്നയില്ല, ചിലരെന്നെ വഴക്ക് പറയും, പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ സന്തോഷിക്കും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന്. അപ്പോൾ എനിക്കത് വിഷമമില്ല. നേരത്തെ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ 10 തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ്. കാരണം എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യപ്പെടാനായിട്ട് തോന്നത്തില്ല. എത്ര എന്നെ ഇറിറ്റേറ്റ് ചെയ്താലും ഞാനപ്പോൾ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ, ഞാൻ മാസത്തിലൊരു തുക കയ്യിൽ കരുതും. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക്, അതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയം അവിടെ ഒരു മോളുണ്ട്, അത് ഹൈഡ്രോസഫാലസ് എന്നൊരു അസുഖം വന്നിട്ട് അതിന് വയ്യാതായ കുട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും അതിനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ആ മോൾക്ക് 1 വയസ്സ് തൊട്ടിട്ട് 4 വയസ്സ് വരെ ഞാൻ അതിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും, പിന്നെ ഇടക ദിവസങ്ങളിൽ എനിക്ക് എപ്പോഴൊക്കെ സാലറി ഹൈക്കൊക്കെ വരുമ്പോഴത്തേക്കും ഞാനതിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാറില്ല. ആ ഓരോ മണിയിലും ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാറുള്ളത്. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലുമ്പോൾ 4-5 പ്രാവശ്യം വരെയൊക്കെ ജപമാല ചൊല്ലും. ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് മടുപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഇപ്പം ജപമാല ചൊല്ലുന്ന ഒരു ഹരമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്താണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിയാത്ത എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനും, അവരിപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി വന്ന് പുതുക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരും അടുത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.